ക്രിക്കറ്റിൽ ഈ വർഷം ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ സ്വപ്നങ്ങളിലൊന്നാണ് ജപ്പാനിൽ നടക്കാനിരിക്കുന്ന ഏഷ്യൻ ഗെയിംസ്. കഴിഞ്ഞ തവണത്തേതുപോലെ ക്രിക്കറ്റിനെ ഈ ഗെയിംസിലും മത്സര ഇനമായി നിലനിർത്തിയിരിക്കുകയാണ്. ഋതുരാജ് ഗെയ്ക്വാദിന്റെ ക്യാപ്റ്റൻസിയിൽ ചൈനയിൽ വെച്ച് സ്വന്തമാക്കിയ ആ ചരിത്ര സ്വർണ്ണ മെഡൽ അതേപടി കാത്തുസൂക്ഷിക്കാനുറച്ചായിരിക്കും ടീം ഇന്ത്യ ഇത്തവണ ജപ്പാനിലേക്ക് വണ്ടി കയറുക. കഴിഞ്ഞ എഡിഷനിൽ യുവതാരങ്ങൾ അണിനിരന്ന ഒരു രണ്ടാം നിര ടീമിനെയാണ് ഗെയിംസിൽ ഇന്ത്യ പരീക്ഷിച്ചതെങ്കിൽ ഇത്തവണ ആരാധകരെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് മുൻനിര സൂപ്പർ താരങ്ങളുൾപ്പെട്ട മാരക പ്രഹരശേഷിയുള്ള ഒരു ശക്തമായ സ്ക്വാഡിനെയാണ് സെലക്ടർമാർ തെരഞ്ഞെടുത്തത്. അതുകൊണ്ടുതന്നെ വമ്പൻ പോരാട്ടങ്ങൾക്കായി ക്രിക്കറ്റ് ലോകം മുഴുവൻ ഇപ്പോൾ വലിയ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. നിലവിലെ കെട്ടുറപ്പുള്ള ഇന്ത്യൻ സംഘത്തെ നോക്കുമ്പോൾ ശ്രേയസ് അയ്യർക്കു കീഴിലാണ് തുടർച്ചയായ രണ്ടാം സ്വർണം ലക്ഷ്യമിട്ട് ഗെയിംസിൽ ഇന്ത്യ തങ്ങളുടെ അംഗത്തിന് കച്ചമുറുക്കുന്നത്. ഏഷ്യൻ ഗെയിംസിലെ ഏറ്റവും ശക്തമായ പ്ലേയിംഗ് 11-ൽ ആരൊക്കെയാവും ഇത്തവണ ഇടം പിടിക്കുകയെന്ന് നമുക്ക് വളരെ വിശദമായി തന്നെ ഒന്ന് പരിശോധിക്കാം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ ഓപ്പണിംഗ് ജോഡികളെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിലാവും ടീം മാനേജ്മെന്റിനും കോച്ചിനും ഏറ്റവുമധികം തല പുകയ്ക്കേണ്ടി വരിക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അത്രമാത്രം മികച്ച ഫോമിലുള്ള 3 വമ്പൻ താരങ്ങളാണ് നിലവിൽ ഈ ഒരൊറ്റ ഓപ്പണിംഗ് റോളിലേക്ക് കടുത്ത മത്സര രംഗത്തുള്ളത്. T20-ലെ നിലവിലെ നമ്പർ 1 ബാറ്റർ അഭിഷേക് ശർമ്മ, ചെന്നൈയുടെ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ, ഒപ്പം കൗമാര സെൻസേഷൻ വൈഭവ് സൂര്യവംശി എന്നിവരാണ് ആ 3 പേർ. എന്നാൽ ഇവരിലേക്ക് നോക്കുമ്പോൾ സഞ്ജുവിന് ഫൈനൽ 11-ൽ സ്ഥാനം പൂർണ്ണമായും ഉറപ്പാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം കഴിഞ്ഞ ICC T20 ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റായി മാറി ലോകത്തെ അത്ഭുതപ്പെടുത്തിയതോടെ ഏത് കടുത്ത സമ്മർദ്ദഘട്ടങ്ങളിലും ടീമിനെ ഒറ്റയ്ക്ക് വിജയതീരത്തെത്തിക്കാൻ തനിക്ക് കഴിയുമെന്ന് അദ്ദേഹം ഇതിനോടകം തെളിയിച്ചു കഴിഞ്ഞതാണ്. ലോകകപ്പിലെ ആ മാസ്മരിക ഫോം നിലനിൽക്കുന്നതിനാൽ ഇനി സഞ്ജുവിനെ ബെഞ്ചിലിരുത്താൻ കോച്ച് ഗൗതം ഗംഭീറിന് ഒട്ടും താൽപര്യവുമുണ്ടാകില്ല. കൂടാതെ കഴിഞ്ഞ ലോകകപ്പിന്റെ തുടക്കത്തിൽ 2 ഇടംകൈയ്യൻ ഓപ്പണർമാരെ ഒരുമിച്ച് വെച്ചുള്ള അഭിഷേക് ഇഷാൻ കിഷൻ സഖ്യത്തിന്റെ ഇന്ത്യയുടെ ആ പരീക്ഷണം ദയനീയമായി പാളുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പിൽ കുറേക്കൂടെ വൈവിധ്യവും റൈറ്റ് ലെഫ്റ്റ് കോമ്പിനേഷനും കൊണ്ടുവരാൻ സഞ്ജുവിനെ അന്ന് ഓപ്പണിംഗിലേക്ക് മാനേജ്മെന്റ് തിരികെ വിളിച്ചത്. അതുകൊണ്ടുതന്നെ വരാനിരിക്കുന്ന ഏഷ്യൻ ഗെയിംസിലും ഇന്ത്യൻ ടീമിന്റെ പ്രധാന ഗെയിം പ്ലാൻ ഇതായിരിക്കാനാണ് എല്ലാ സാധ്യതയും കാണുന്നത്. അങ്ങനെയെങ്കിൽ സഞ്ജുവിനൊപ്പം ഡൈനാമിക് ഓപ്പണർ അഭിഷേക് ശർമ്മയായിരിക്കും ഓപ്പണിംഗിൽ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാൻ കളിച്ചേക്കുക. കാരണം യുവതാരം വൈഭവിനേക്കാൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒട്ടനവധി മത്സരങ്ങൾ കളിച്ച വലിയ അനുഭവസമ്പത്ത് നിലവിൽ അഭിഷേകിന് സ്വന്തമായുണ്ട്. പവർ പ്ലേ ഓവറുകളിൽ അതിവേഗം റൺസ് ഉയർത്താനുള്ള അദ്ദേഹത്തിന്റെ പ്രഹരശേഷി ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് വലിയ രീതിയിൽ മുതൽക്കൂട്ടായി മാറിയേക്കുകയും ചെയ്യും. അതിനാൽ സഞ്ജു അഭിഷേക് ഓപ്പണിംഗ് സഖ്യത്തെ ഗെയിംസിൽ നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. തൊട്ടുപിന്നാലെ കഴിഞ്ഞ T20 ലോകകപ്പിലേതുപോലെ ടീമിന്റെ വിശ്വസ്തനായ വൺ ഡൗൺ ബാറ്ററായി ഇടംകൈയ്യൻ താരം ഇഷാൻ കിഷൻ തന്നെ ക്രീസിലെത്തും. ഈ നിർണായക പൊസിഷനിലെ ഇന്ത്യയുടെ സ്ഥിരം സാന്നിധ്യമായി അദ്ദേഹം ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകകപ്പിൽ മൂന്നാമനായി ഇറങ്ങി റൺസ് അടിച്ചുകൂട്ടി മിന്നിച്ച ഇഷാൻ കിഷൻ പിന്നീട് നടന്ന IPL-ൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനു വേണ്ടിയും ഇതേ റോളിൽ തുടർച്ചയായി തകർപ്പൻ ഇന്നിംഗ്സുകൾ കളിച്ച് തന്റെ ഫോം നിലനിർത്തിയിട്ടുണ്ട്. ഇനി ടീമിന്റെ മധ്യനിരയിലേക്ക് വന്നാൽ 4-ാം നമ്പറിൽ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ ഊഴമായിരിക്കും. ഇന്നിംഗ്സിന് ആങ്കർ ചെയ്യാനും ആവശ്യാനുസരണം ഗിയർ മാറ്റാനും മിടുക്കനായ ശ്രേയസ് നായകന്റെ ഉത്തരവാദിത്തത്തോടെ മധ്യനിര കാക്കും. തൊട്ടുപിറകെ 5-ാം നമ്പറിൽ ടീമിന്റെ വൈസ് ക്യാപ്റ്റനും യുവ ഇടംകൈയ്യൻ റൺമെഷീനുമായ ഓൾറൗണ്ടർ തിലക് വർമ്മയെത്തും. അതിനുശേഷം ഏത് ബാറ്റിംഗ് ലൈനപ്പിനെയും വിറപ്പിക്കുന്ന 4 മാരക ഓൾറൗണ്ടർമാരെയാണ് ഇന്ത്യയുടെ പ്ലേയിംഗ് 11-ൽ ഒന്നിച്ച് കാണാൻ സാധിക്കുക. മീഡിയം പേസ് ഓൾറൗണ്ടർ ശിവം ദുബെ, സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടർമാരായ അക്ഷർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ, ഒപ്പം പുതിയ സീൻ ബൌളിംഗ് ഓൾറൗണ്ടറായി ഇന്ത്യൻ ക്രിക്കറ്റിൽ വൻ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഹർഷിത് റാണ എന്നിവരുണ്ടാവും. ഈ 4 പേരുടെ സാന്നിധ്യം 9-ാം നമ്പർ വരെ ടീമിന് ബാറ്റിംഗിൽ അസാധ്യമായ ആഴവും കരുത്തും നൽകും. അവസാനമായി ഇന്ത്യയുടെ ബൌളിംഗ് കോട്ട കാക്കാൻ മിസ്റ്ററി സ്പിന്നർ വരുൺ ചക്രവർത്തിയും ലോകോത്തര സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയുമാണ് 11-ലെ അവസാനത്തെ 2 പേരായി എത്തുന്നത്. ചുരുക്കത്തിൽ ബാറ്റിംഗിലും ബൌളിംഗിലും ഒരേപോലെ എതിരാളികളെ തകർക്കാൻ ശേഷിയുള്ള ഈയൊരു മരണമാസ സ്ക്വാഡുമായിട്ടായിരിക്കും ഇന്ത്യ രണ്ടാമതും സ്വർണം ലക്ഷ്യമിട്ട് ജപ്പാനിൽ അംഗത്തിനിറങ്ങുക. അപ്പോൾ 9-ാം നമ്പർ വരെ ബാറ്റിംഗ് ഡെപ്തുള്ള ബുംറയും വരുണും നയിക്കുന്ന ഈയൊരു മാരക പ്ലേയിംഗ് 11-മായി ഇറങ്ങുന്ന ടീം ഇന്ത്യക്ക് ഇത്തവണ ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നിലനിർത്താൻ സാധിക്കുമോ? സഞ്ജു സാംസണൊപ്പം അഭിഷേക് ശർമ്മ തന്നെയാണോ ഇന്ത്യയുടെ ബെസ്റ്റ് ഓപ്പണിംഗ് സഖ്യം? അതോ വൈഭവ് സൂര്യവംശിക്കും ഇഷാൻ കിഷനും ഓപ്പണിംഗിൽ ഒരവസരം നൽകണമായിരുന്നോ? ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ കീഴിൽ ഈയൊരു സ്ക്വാഡ് ജപ്പാനിൽ വീണ്ടും മുത്തമിടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ പ്രവചനങ്ങളും അഭിപ്രായങ്ങളും ഒട്ടും വൈകിക്കാതെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയതും അതിവേഗത്തിലുള്ളതുമായ വമ്പൻ വാർത്തകളും വിശേഷങ്ങളും ഒട്ടും ലാഗില്ലാതെ പെട്ടെന്ന് തന്നെ അറിയാൻ ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത ഒരു കിടിലൻ ക്രിക്കറ്റ് അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.